ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിലെ വായനഭാഗം സംഖ്യാപുസ്തകം 30 മുതൽ 33 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 27 അധ്യായം 7 വാക്യം. സെലോഫഹാദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. ഇസ്രായേൽ ജനതയെ മോശെ മിസ്രയീമിൽ നിന്നും വിടുവിച്ച് കനാനിലേക്ക് നയിക്കുന്നു. 40 വർഷം നീണ്ടുനിന്ന ഒരു യാത്രയായിരുന്നു അത്. എന്നാൽ മിസ്രയീമിൽ നിന്ന് വന്നവരിൽ അധികം ആളുകളും കനാൻ ദേശം കണ്ടില്ല. മോശയും മിരിയാമും മരുഭൂമിയിൽ വച്ച് തന്നെ മരിക്കുന്നു. ഇതിനിടയിൽ മോശ ജനത്തിന് ന്യായപാലനം നടത്തുന്നു. അതിൽ അമ്മായിയപ്പനായ യിത്രോയുടെ സഹായം മോശയ്ക്ക് ലഭിക്കുന്നതായിട്ടും കാണാം. മോശ ഇസ്രായേൽ ജനതയ്ക്കാവശ്യമായ മത സാംസ്കാരിക നിയമസംഹിതകൾ രൂപപ്പെടുത്തുന്നു. അവസാനം വാഗ്ദത്ത നാട് ഗോത്രം ഗോത്രമായി ഭാഗിച്ചു കൊടുക്കുന്നു. അവിടെ ഗോത്രങ്ങളിൽ കുടുംബങ്ങളായി സ്ഥലങ്ങൾ വീതിച്ചു നൽകുന്നു. ഈ സാഹചര്യത്തിൽ മനുഷ്യഗോത്രത്തിൽ ആൺമക്കളില്ലാതെ മരിച്ചുപോയ സെലോഫഹാദിൻ്റെ 5 പെൺമക്കൾ വാഗ്ദത്ത ദേശത്ത് തങ്ങളുടെ പിതാവിൻ്റെ അവകാശം ചോദിക്കുകയും അതിനുള്ള മറുപടിയുമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരം. സെലോഫഹാദിൻ്റെ പുത്രിമാരുടെ ഇടപെടൽ എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ദിവ്യമായ പ്രഖ്യാപനത്തിൻ്റെ അപര്യാപ്തത ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ അപ്പൻ്റെ അവകാശം തങ്ങൾക്ക് തരയണം എന്ന ആവശ്യവുമായാണ് ഈ കന്യകമാർ നീതിപീഠത്തെ സമീപിക്കുന്നത്. ആ കാലഘട്ടത്തിൽ സ്ത്രീകളോട് വ്യാപകമായ വിവേചനം ഉണ്ടായിരുന്നിട്ടും സെലോഫഹാദിൻ്റെ പുത്രിമാർ മോശയുടെയും എലയാസർ പുരോഹിതൻ്റെയും മറ്റ് നേതാക്കന്മാരുടെയും മുഴുവൻ സമൂഹത്തിൻ്റെയും മുമ്പാകെ യഹോവയുടെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ കൂടാരത്തിൻ്റെ പ്രധാന കവാടത്തിൽ ചെന്ന് ധൈര്യപൂർവം സംസാരിക്കുന്നു. ഇവിടെ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞതിനനുസരിച്ചാണ് അവരുടെ നിയമസംഹിതകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ആ ദിവ്യമായ പ്രഖ്യാപനത്തിൽ വന്നുപോയ അഥവാ എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുള്ള നിയമസംഹിതയുടെ അപര്യാപ്തതയാണ് ഇവിടെ 5 പേർ ചേർന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. നിശ്ചയദാർഢ്യത്തോടും ധൈര്യത്തോടും കൂടെ അവർക്ക് ലഭിക്കേണ്ട അവകാശം അവർ ഉന്നയിക്കുന്നു. ഈ ധൈര്യം നമുക്കും ഉണ്ടായിരിക്കണം. അഥവാ ന്യായമായതിനോട് അനുകൂലപ്പെടുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായി, ദിവ്യമായ കൽപ്പന പരിഷ്കരിക്കപ്പെടുന്നു. ഏതു വിഷയവും യഹോവയുടെ മുമ്പാകെ കൊണ്ടുവന്നിട്ട് നിർദ്ദേശം സ്വീകരിക്കുകയായിരുന്നു മോശ ചെയ്തുകൊണ്ടിരുന്നത്. അപ്രകാരം തന്നെ ഈ വിഷയവും മോശ യഹോവയുടെ മുമ്പാകെ കൊണ്ടുവരുന്നു. അപ്പോൾ യഹോവ പറയുന്നത് നമുക്ക് സംഖ്യാപുസ്തകം 27 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ നമുക്ക് കാണാം. സെലോഫഹാദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്ക് ഒരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പൻ്റെ അവകാശം അവർക്ക് കൊടുക്കണം. ഇങ്ങനെയാണ് അവരുടെ ചോദ്യത്തിന് യഹോവ മറുപടി നൽകുന്നത്. അന്ന് നിലവിലിരുന്നവയെ ചോദ്യം ചെയ്തതുകൊണ്ട് അവരെ ആരും അവിടെ കുറ്റം വിധിക്കുന്നില്ല. മറിച്ച് ദൈവം അവരുടെ നിലപാടിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, നേരത്തെ ഉണ്ടാക്കിയ കൽപ്പനയിൽ ഭേദഗതി വരുത്തുകയും അവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ നിലപാടിലൂടെ ഇസ്രായേലിലെ എല്ലാ തലമുറകളിലും പിന്തുടരേണ്ട ഒരു പുതിയ കൽപ്പന അവർക്ക് ലഭിക്കുന്നു. വാഗ്ദത്ത ദേശത്ത് അപ്പൻ്റെ സഹോദരന്മാരോട് കൂടെ അവർക്കും അവകാശം ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നിലപാടുകളെ ഒന്ന് നമുക്ക് ശോധന ചെയ്യാം. ശരിയായവയെ അനുകൂലിച്ചുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ ജീവിക്കുവാൻ നമുക്കും സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ധൈര്യത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടെ ജീവിക്കുവാനും ഞങ്ങളുടെ നിലപാടുകളിൽ വ്യക്തത വരുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.